അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഇതാ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പോൾ ഇതാ കുറച്ചൊരു വലിയ കേക്കാണ് വേണം കേട്ടോ. ഒരു 3 കിലോ ആ ഒരു വെയിറ്റുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കുറച്ച് കപ്പ് കേക്കും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റഫീഖാൻ്റെ ഫാമിലീനെയും എൻ്റെ ഫാമിലീനെയും പിന്നെ റഫീഖാൻ്റെ അവരെ ചാരിറ്റബിൾ സൊസൈറ്റീൻ്റെ മെമ്പേഴ്സിനെയും അവരുടെ ഫാമിലീനെയും ഫ്രണ്ട്സിനെയൊക്കെ കുറച്ച് പേരെയൊക്കെ ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ, നമ്മൾ സമതുക്കല്ലേ, സമതുക്കാൻ്റെ റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നാളെ ആണ് കേട്ടോ നമ്മൾ ഫങ്ഷൻ, നാളെ വൈകുന്നേരമാണ്. അപ്പോൾ അതിലേക്കായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ നമ്മളെ 100Kൻ്റെ ഒരു കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു കൂടിച്ചേരൽ, അതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ വേഗം ആ കേക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ കേക്കിനുള്ള പാത്രങ്ങളും കപ്പ് കേക്കിനുള്ള മോൾഡും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ എഗ്ഗൊക്കെ എടുക്കട്ടെ. അപ്പം ഞാൻ കേക്കിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നില്ല. കാര്യം എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. ഇനിയിപ്പോൾ ഇല്ല നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട് നല്ലൊരു സ്പഞ്ച് കേക്ക്, നല്ലൊരു ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു കേക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിക്കോ. നമ്മൾ സ്പഞ്ചും അങ്ങനെ നല്ലൊരു കേക്കൊക്കെ ആയിട്ട് ക്രിസ്മസിന് മുമ്പ് തന്നെ കാണിക്കാം. അപ്പോൾ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ കേക്കുകൾ, കുറേ ഐറ്റംസ് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മോൾഡിലായിട്ടാണ് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അതിൻ്റെ ചെറിയ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കുകയും വേണം, എന്നാൽ ഭയങ്കരമായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായിട്ടുള്ളവർക്ക് ഞാനിതിൽ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിക്കോളും. അപ്പോൾ ഇതാ ഞാൻ 2 പാത്രത്തിലായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി സെറ്റായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ ഇത് ഞാൻ തലേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ ഞാൻ കേക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എന്നിട്ട് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് പിറ്റേ ദിവസം നമ്മളെ ഫംഗ്ഷനുള്ള ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ പ്ലേ ബട്ടൻ്റെ ഷുഗർ ഷീറ്റ് ഉണ്ടല്ലോ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക മാത്രമേ നമുക്ക് പരിപാടിയുള്ളൂ. പിന്നെ ഇതാ ഇങ്ങനെ യൂട്യൂബിൻ്റെ എംബ്ലം വെച്ചിട്ട് 100K അതിൻ്റെയും കുറച്ച് പ്രിൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല ഈസിയാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷുഗർ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി അത് നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ക്വയറായിട്ട് ചെയ്തിട്ടുള്ള കേക്ക് 2 kg ആണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഒന്ന് ലെവലാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു നോസിൽ വെച്ചിട്ട് പൈപ്പിംഗ് ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ഇതാ ഈ ഒരു രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ കേക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കപ്പ് കേക്ക് കുറച്ച് ആക്കിയെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കപ്പ് കേക്കിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ ചെറിയൊരു 3/4 കിലോൻ്റെ വേറൊരു കേക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും ഇത് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ കേട്ടോ വീഡിയോ കാണുന്ന പോലെ ഇത് നമുക്ക് പ്രിൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഹാപ്പി ബർത്ത്ഡേ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ബേക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ഇതിലേക്കുള്ളതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കുത്തി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. 100K അല്ലെങ്കിൽ മറ്റേ യൂട്യൂബിൻ്റെ ആ ഒരു എംബ്ലം ഉണ്ടല്ലോ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ യൂട്യൂബിൻ്റെ എംബ്ലം ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓവർ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ അത് രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മേലെയുള്ള 100K ഉള്ള അതങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ പാക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കെല്ലാം സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പോകുന്നവരെ നമ്മളൊരു 5:30ക്കാണ് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് തണുത്ത് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ഏട്ടത്തിയും മോളും മക്കളും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റഫീഖാൻ്റെ പെങ്ങളെ മോളും വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരോടും നമ്മൾ അങ്ങോട്ടേക്ക് റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ടൈം പറഞ്ഞിട്ടുണ്ട്, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് എത്താനെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ എടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. ഒരു അത്യാവശ്യം നല്ല സെലക്ഷനുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുക മാത്രമല്ല നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനും പറ്റും. കാര്യം അവർ ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, അവിടുത്തെ കുറേ സെലക്ഷൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓൺലൈൻ പർച്ചേസിംഗ് ഉള്ളത് കൊണ്ട്. അപ്പോൾ എൻ്റേത് ഇതാണ് കേട്ടോ. ഇത് ഞാനിത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോൻ്റെ നന്നായിട്ട് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇല്ലെങ്കിൽ ഞാൻ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഒന്നുമില്ല. അതിൻ്റെ നെക്കിൻ്റെ അവിടെ ഇതുപോലെ മിറർ വർക്കൊക്കെ ആയിട്ട് കുറച്ചൊരു ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം സംഭവം ഒരു വീനക്കാട്ട വരുന്നത്. അതുപോലെ തന്നെ താഴെ ചെറിയൊരു ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ബ്രൊക്കേഡ് തുണിയാണ് കേട്ടോ. അത് ഓഫ് വൈറ്റ് ആ ഒരു രീതിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെയിം കളറ് ബോട്ടവും അതുപോലെ തന്നെ ഷോളും കേട്ടോ വരുന്നത്. സെയിം ആ നമ്മളെ ടോപ്പിലുള്ള മിറർ വർക്ക് തന്നെയാണ് എന്നിട്ട് ഷോളിൻ്റെ ചുറ്റിലും വരുന്നത് കേട്ടോ. വേറെ സെൽഫാണ് കേട്ടോ, സെൽഫ് വർക്കും കാര്യങ്ങളൊക്കെ ആണുള്ളത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയതും അവിടുത്തെ കുറച്ച് സെലക്ഷനും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ ഇടാൻ വെച്ച കമ്മൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഓടിപ്പിടിച്ച് തിരഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണം അങ്ങനെ എന്തുണ്ടെങ്കിലും എല്ലാം ഒന്ന് സെറ്റാക്കി മനസ്സിലെങ്കിലും ഒന്ന് സെറ്റാക്കി വെക്കും കേട്ടോ. ഈ ഡ്രസ്സ് ഇടാം, അല്ലെങ്കിൽ ഇതിടാം, അല്ലെങ്കിൽ ഈ കമ്മലിടാം, ഈ മോതിരിടാം, അങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ. ഇനിയിപ്പോൾ ഞാനൊരു അതിലേക്കൊരു ചെരുപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ചെരുപ്പ്, നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒലീവ്സ് എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചെയ്യട്ടെ. കാര്യം റഫീഖ വരാനായിട്ടുണ്ട്, നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് 5:30 വരുന്ന കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ് മാറ്റലും എല്ലാം നടക്കുന്നുണ്ട് താഴെ. ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തിയും മോളും ഒക്കെ വന്നിട്ടുണ്ടെന്ന്, വാവയും അതുപോലെ തന്നെ നമ്മളെ കല്യാണീച്ചൊക്കെ അടിപൊളി സാരിയെല്ലാം കൊടുത്ത് സെറ്റായിട്ട് താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തേക്ക് പോവാം. നമ്മൾ കേക്കും കാര്യങ്ങളും എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെരുപ്പ് ഇട്ട് നോക്കിയ സമയത്ത് കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ ചെരുപ്പ്. നമ്മൾ എടുത്തത് സൈസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പം ചെറുതായിട്ടല്ല, അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, പക്ഷെ എനിക്ക് ഇട്ടിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ബാക്കിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുക, ഉൾഭാഗം കുറച്ചൊരു ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ ശരിക്കും കാലിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഊർന്നു പോകുന്നുമുണ്ട്. അപ്പോൾ ശരിക്കും അതിങ്ങനെ നല്ല വ്യത്യാസം അറിയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ചെരുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഒരു വൈറ്റ് ചെരുപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിട്ടിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. മറ്റേത് അവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അതാ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എടുത്തു വെക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ അമ്പലേരിയ ഉള്ളത്, ഇത് മുണ്ടേരിയാണ് കേട്ടോ, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ചെന്നപ്പോൾ ഇപ്പം നല്ല മഴ പെയ്യുന്നതല്ലേ, ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല മഴയല്ലേ. അപ്പോൾ ഇങ്ങനെ മൂടി മൂടി നിന്ന് പിന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴ അങ്ങനെ ചെറുതായിട്ടൊന്ന് പെയ്തിട്ടുണ്ടായിരുന്നു. വലിയ മഴയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ അതിന് ശേഷമാണ് കേട്ടോ അവിടെയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷേ ചെയറിലൊക്കെ വെള്ളം വീണിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് ടേബിളൊക്കെ, കേക്ക് കട്ട് ചെയ്യാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ അവർ നമുക്ക് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതായിട്ടുള്ള കേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കപ്പ് കേക്കിൻ്റെ മുകളിലെല്ലാം നമ്മൾ ഇവിടെ വന്നിട്ടാണ് അതിൻ്റെ നമ്മൾ ആ കട്ട് ചെയ്ത ആ സംഭവമല്ലേ 100K അങ്ങനത്തെ, അതൊക്കെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തത്. അല്ലാണ്ട് നമുക്ക് പാക്കാക്കിയിട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ വെച്ചു. ഇതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ഫാമിലി എല്ലാവരും വരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിച്ചിറങ്ങി. ഇപ്പോൾ ഓരോരുത്തരായിട്ട് നിസ്കരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സമദക്കാൻ്റെ റിസോർട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് സൗകര്യമുണ്ട് കേട്ടോ, നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നിസ്കരിക്കാനൊക്കെ കയറിയിട്ടുണ്ട് നമ്മളിത് സെറ്റാക്കുന്നതിൻ്റെ ആ സമയത്ത്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മെയിൻ കേക്കും എടുത്തിട്ട് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ കുട്ടികളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ കേക്ക് കട്ടിങ് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഫാമിലി എല്ലാവരും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. നമ്മൾ 100Kൻ്റെ ചെറിയൊരു ഫാമിലിയിൽ ചെറിയൊരു സെലിബ്രേഷൻ കേട്ടോ. നമ്മൾ അല്ലാതെ നമ്മൾ അയൽവാസികൾക്കും ഒക്കെ ഫുഡ് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ 2 ഫാമിലിക്കാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് റഫീക്ക ആദ്യം കൊടുത്ത് ആദ്യം എന്നല്ല, ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടൊരു പീസ് എടുത്ത് റഫീക്ക കൊടുത്തു. അതിന് കാര്യമുണ്ട് കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സപ്പോർട്ട് വേണ്ട ഒരു ഭാഗമല്ല അത്. റഫീക്കക്ക് ആ ഭാഗത്തുനിന്ന് നമുക്ക് സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് സത്യമല്ലേ. കാര്യം നമുക്ക് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളെ ഫാമിലീൻ്റെയും നമ്മളെ ഹസ്ബൻഡിൻ്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് നമ്മളതിന് വിജയിക്കാനും പറ്റും, നല്ല ഉഷാറായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാനും പറ്റൂലേ. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കട്ട് ചെയ്ത് കേക്കെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ അവിടെ ഇവിടെയൊക്കെയായിട്ട് എല്ലാവരും ഉണ്ട്. സ്വീറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെല്ലാം ഐസ്ക്രീം, നമ്മളെ എന്താ പറയുക, നമ്മൾ തിരൂർ പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ബാപ്പുട്ടി ഇവരൊക്കെ അല്ലേ. അപ്പോൾ ബാപ്പുട്ടിയാണ് കേട്ടോ നമുക്ക് ഈ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ബാപ്പുട്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. അവർ സ്റ്റോൺ ഐസ്ക്രീം എന്നാട്ടോ അതിന് പറയുന്നത്. നമ്മളിവിടെ എന്തായാലും നമ്മളിത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ അതിൻ്റെ ചുറ്റിലുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പേരെല്ലാം ഇതിൽ പറയാം. പിന്നെ എല്ലാവരും നമുക്കൊന്നും എന്താ പറയുക, എല്ലാവർക്കും വീഡിയോയിൽ വരാനും കാണിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് താല്പര്യമില്ലാത്തവരെ ഞാൻ വീഡിയോ എടുക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ അല്ലാത്തവരെ ഞാൻ ജസ്റ്റ് കുറച്ച് ആളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം റെഡിയാണ് കേട്ടോ. ഫുഡ് കഴിക്കുക, സംസാരിച്ചിരിക്കേണ്ടവർക്ക് സംസാരിച്ചിരിക്കുക, ഇതൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അങ്ങനെ ഭയങ്കര പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഭക്ഷണം കഴിക്കുക, സന്തോഷമാകുക, പിരിയുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ റഫീഖാൻ്റെ ഉമ്മാൻ്റെ മൂത്താങ്ങളേൻ്റെ ഭാര്യയും മരുമോളും മോനെല്ലാണ് കേട്ടോ.
കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന അങ്ങനത്തെ ആളുകളും അവരുടെ ഫാമിലിയിൽ ഉണ്ട് എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ അതിനെന്താ ചെയ്യുക, എന്ത് ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റിൽ. അപ്പോൾ അതിനെനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ ഹാപ്പി ആയിട്ടുള്ളത് നിങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫുഡാണിട്ടത്. മട്ടൺ സ്റ്റൂവും അതുപോലെ തന്നെ ഗീ റൈസും ചിക്കൻ ഫ്രൈയും ബീഫ് വരട്ട്, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ പൊറോട്ട, കോയിൻ പൊറോട്ടയും അതുപോലെ തന്നെ മസാല ദോശ, നെയ് റോസ്റ്റ്, ഇതെല്ലാം കേട്ടോ നമ്മളെ ഫുഡ്. അപ്പോൾ അത് കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മൾ മാറ്ററിലേക്ക് വരാം. കാര്യം നിങ്ങൾ അവരെ ഹാപ്പി ആക്കിയിട്ട് നിങ്ങൾ വിട്ടിട്ടുണ്ട്, നിങ്ങളെ കാര്യം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ നിങ്ങളെ പണി അവിടെ കഴിഞ്ഞു. ഇനി അവരുമായിട്ടുള്ളതാണ്. അവർ പറഞ്ഞോട്ടെ, അത് നമ്മൾ ബാധിക്കുന്ന കേസേ അല്ല. അപ്പം അത് മൈൻഡ് ആക്കണ്ട കേട്ടോ. അങ്ങനെയെല്ലാം ഉണ്ടാവും. നമ്മൾക്ക് എല്ലാവരെയും ഒന്നും നമുക്ക് നന്നാക്കിയിട്ടൊന്നും നമ്മൾ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമൊന്നുമില്ല. അതൊക്കെ അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഒരേ മൈൻഡ് ആകണമെന്ന് അങ്ങനെ എല്ലാവരും ഒരു മൈൻഡ് ആയാലും നമ്മളെ ലോകം അതൊന്നും മുന്നോട്ട് പോകില്ല. ഇതെൻ്റെ ഉപ്പയാണേ. അതുപോലെ ഇതെൻ്റെ ഉമ്മയാണ്. കുറേ പേരെല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം എല്ലാം നമ്മളെ എന്താ പറയുക, നമ്മളെ കുടുംബം തന്നെയാണിത്. എൻ്റെ ഏടത്തിൻ്റെ മോനാണ്. അത് എൻ്റെ ഏടത്തിൻ്റെ മോളാട്ടോ എൻ്റെ കൂടെ ഉള്ളത്. കുറേ ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും. ഇത് എൻ്റെ മൂത്ത അമ്മോൻ്റെ ഭാര്യയാണ് കേട്ടോ എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു അമ്മോനാണിത്. പിന്നെ വീഡിയോ എടുക്കുന്നതിൽ മിസ്റ്റേക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. പല ആളുകൾ എടുത്തിട്ട് ഞാൻ ഒരുമിച്ചാക്കിയ വീഡിയോ ആണ്. അപ്പോൾ ക്ലാരിറ്റി പ്രശ്നവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുടുംബത്തെ ആണെങ്കിലും നമ്മൾ അയൽവാസികളെ ആണെങ്കിലും നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല മനസ്സോട് കൂടിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക, നല്ല ഹാപ്പി ആക്കിയിട്ട് അവരെ പറഞ്ഞയക്കുക. എന്നിട്ട് നമുക്കങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടാവലില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആളോടാണ് ഞാൻ പറയുന്നത്, അതൊന്നും നെവർ ആക്കുക കേട്ടോ. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അതെല്ലാം അങ്ങനെ കിടക്കുക, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇത് റഫീഖാൻ്റെ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ ചേച്ചി. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ റിസോർട്ടിനെ പറയുകയാണെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ പേര് കാസ റെസ്റ്റോ ആണ് കേട്ടോ.
സമദിക്കയും ഹാരിസ്ക്കയും സാലിഫ്ക്കാണ് കേട്ടോ ഇനി ഫുഡ് കഴിക്കാനുള്ളത്. അപ്പോൾ ഇനി ഞങ്ങളും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഗീ റൈസും മട്ടൺ കുറുമയും, ഏത് കുറുമയായാലും. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആക്കിയത് കേട്ടോ. ബീഫ് അത്ര ഇല്ല, എന്നാലും ബീഫുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ നല്ലൊരു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്വീറ്റ്സും ഒക്കെ കഴിച്ച് അങ്ങനെ വെറുതെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ റഫീഖാൻ്റെ ഫ്രണ്ട്സ് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് എന്താ പറയുക, മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും നമ്മളെ ചാനലിൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൊടുത്തിട്ടില്ല. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നല്ല അടിപൊളിയായിട്ട് വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നമ്മളോട് എന്താ പറയുക പ്രത്യേകം പറയുകയും ചെയ്തു. എന്താ പറയുക, നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, ഫുഡാണെങ്കിലും അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഭയങ്കര ഹാപ്പിയിട്ടാണ്. ഞാനും റഫീഖയാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും. മാത്രമല്ല മഴ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം ചെറിയൊരു ചാറൽ മാത്രം, പിന്നെ രാത്രി ഒന്നും ഉണ്ടായില്ല, നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ അടുത്തിൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ അത്, മുഹമ്മദ് നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ പുറത്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടേ ഇല്ല, അകത്ത് റൂമിൽ കിടത്തിക്കായിരുന്നു കേട്ടോ. അവന് പാലെല്ലാം കൊടുത്തിട്ട് അങ്ങനെ അവിടെ തന്നെയായിരുന്നു. ഇനി മഞ്ഞളെല്ലാം അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇതാ മസാല ദോശ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ നെയ് റോസ്റ്റ്, തട്ടുദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗീ റൈസ് അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് എനിക്ക് റഫീഖാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നെയ് റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാല ദോശയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാം അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വന്നവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാൽ അതാണ് കേട്ടോ വലിയ കാര്യം. നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല, അവർക്ക് എന്താണോ ഫീൽ ചെയ്തത് അതാണ് എന്താ പറയുക, അതായിരിക്കും ആ പാർട്ടീൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും കറക്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരോടുമാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഗിവ് എവേ നമ്മൾ 100K സെലിബ്രേഷനോടും 100K ആവുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് ഗിവ് എവേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ച് നിങ്ങളെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തിയത് കേട്ടോ. നമ്മൾ അയൽവാസികളൊക്കെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നു വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മളത് നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ അത് കിട്ടിയ വീഡിയോ ഒക്കെ എനിക്ക് വിട്ട് തന്നിട്ടുണ്ട് കുറച്ച് പേര്. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ ഒരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ, ഇതിൽ ഇൻക്ലൂഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ കാണിക്കാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ വിട്ടു, അതുപോലെ തന്നെ മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ അതിൽ കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നെ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും എന്നെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ